തെരഞ്ഞെടുപ്പ് ഫണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ജനങ്ങളിൽ നിന്നും നേരിട്ട് പിരിവ് നടത്താനൊരുങ്ങി കോൺഗ്രസ്. രസീത് സംവിധാനം വഴിയാണ് പിരിവ് നടത്തുക. ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റി വഴി ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് കൂപ്പൺ പിരിവ് നടത്തുക. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായുള്ള പണത്തിനായി നെട്ടോട്ടമോടുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഈയൊരു അടിയന്തര പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളിൽ നിന്ന് നേരിട്ട് ഫണ്ട് സമാഹരണം നടത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ഓരോ നിയോജക മണ്ഡലം ബൂത്ത് കമ്മിറ്റികളുമാണ് പിരിവ് നടത്തുക. ഇതിനായുള്ള കൂപ്പൺ അടിച്ച് DCCകൾ വഴി മണ്ഡലം തലത്തിൽ വിതരണം ചെയ്യും. എന്നാൽ ഇതിൽ നിന്ന് DCC, KPCC നേതൃത്വങ്ങൾക്ക് പങ്ക് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒരു ലോക്സഭാ മണ്ഡലത്തിനായി 90 ലക്ഷം രൂപ വരെ പിരിക്കാം. ഇതിന്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ ഹാജരാക്കുകയും വേണം. UDF സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിനിറങ്ങുന്നവർ ബൂത്ത് തലത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ള തുക പിരിച്ചെടുക്കണം. പാർട്ടിയെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന സന്ദേശവും ജനങ്ങൾക്ക് നൽകണമെന്നാണ് തീരുമാനം. ഒരു പാർട്ടിയുടെ ഫണ്ട് ഇലക്ഷന് വിനിയോഗിക്കാൻ പറ്റാത്തതിൽ ഇലക്ഷൻ കമ്മീഷൻ വെറും കാഴ്ചക്കാരായി നിന്നാൽ മതിയോ? അതുകൊണ്ട് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് UDF പ്രവർത്തകർ നാളെ മുതൽ UDF ഇലക്ഷൻ കമ്മിറ്റിയിൽ ആലോചിച്ച് രസീത് അടിച്ച് സാധാരണക്കാരിൽ നിന്ന് സഹായം സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തണം. കഴിഞ്ഞ മാസം കോൺഗ്രസ് നേതൃത്വം നൽകിയ സമരാജ്ഞിയുടെ പേരിൽ വലിയ തോതിൽ പണപ്പിരിവ് നടന്നിരുന്നുവെന്നിരിക്കെ ഇപ്പോൾ വീണ്ടും പണത്തിനായി ജനങ്ങളെ സമീപിക്കുന്നതിൽ പ്രതിസന്ധികൾ ഏറെയാണ്. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.